ഹലോ എവരിവൺ. പ്രിഫേ സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ എഡി കറൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് എഡി കറൻറ്റ്സ്? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടായിരുന്നു അല്ലേ? അതായത് ഒരു കണ്ടക്ടറിനെ നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആ കണ്ടക്ടർ അല്ലെങ്കിൽ ആ കോയിലിനുള്ളിൽ ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളവിടെ കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറാണ് നമ്മളവിടെ ഉപയോഗിച്ചത്. ആ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറിന് പകരം നമ്മളൊരു മെറ്റാലിക് ബ്ലോക്കായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റാലിക് ബ്ലോക്കിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിച്ചതെങ്കിൽ ആ മെറ്റാലിക് ബ്ലോക്കിനുള്ളിലും എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു കറണ്ട് ആ മെറ്റാലിക് ബ്ലോക്കിനുള്ളിൽ ഇൻഡ്യൂസ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? പക്ഷേ അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ട്, അതായത് ആ മെറ്റാലിക് ബ്ലോക്കിനുള്ളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട കറണ്ട് മൂവ് ചെയ്തത് എന്ന് പറയുന്നത് ഒരു സർക്കുലാർ മോഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ഒരു മെറ്റാലിക് ബ്ലോക്ക് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആ കണ്ടക്ടറിനുള്ളിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ കറണ്ട് എന്ന് പറയുന്നത് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ആയിരിക്കും, അതായത് സർക്കുലാർ രീതിയിലായിരിക്കും അത് മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എഡി കറൻറ്റ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? whenever the magnetic flux linked with a metallic block changes, a circulating current is induced in the metallic block. These currents are called eddy currents. അപ്പോൾ എന്താണ് എഡി കറൻറ്റ്സ് എന്ന് മനസ്സിലായല്ലോ? എപ്പോഴൊക്കെയാണോ ഒരു മെറ്റാലിക് ബ്ലോക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റം ഉണ്ടാകുന്നത്, ആ സമയത്ത് ഈ മെറ്റാലിക് ബ്ലോക്കിനുള്ളിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടും? ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ സർക്കുലേറ്റിംഗ് കറണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? എഡി കറൻറ്റ്സ് എന്ന് പറയാം. ആ എഡി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? എഡി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മലയാളത്തിൽ നമുക്ക് പറയാം ചുഴി എന്ന് പറയാം. അതെന്തുകൊണ്ടാണ് ആ വേർഡ് അവിടെ വന്നത്? അതായത് നമ്മൾ ഈ മെറ്റാലിക് ബ്ലോക്കിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുമ്പോൾ ഒരു സർക്കുലാർ രീതിയിലുള്ള കറണ്ടാണ്, അല്ലെങ്കിൽ ഒരു ചുഴി രൂപത്തിലുള്ള കറണ്ടായിരിക്കും ഈ മെറ്റാലിക് ബ്ലോക്കിനുള്ളിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെറ്റാലിക് ബ്ലോക്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ആ കറണ്ടിനെ എന്തെന്ന് പറഞ്ഞു? എഡി കറൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് എഡി കറൻറ്റ്സ്? ജനറലായിട്ട് പറഞ്ഞാൽ എപ്പോഴൊക്കെയാണോ നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മെറ്റാലിക് ബ്ലോക്കിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്നത്, ആ സമയത്ത് ഈ മെറ്റാലിക് ബ്ലോക്കിനുള്ളിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ കറണ്ടിൻ്റെ പേരാണ് എഡി കറണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എഡി കറണ്ട് എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പഠിക്കേണ്ടത് എഡി കറൻസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസിനെ പറ്റിയാണ്. എഡി കറൻസിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എഡി കറൻസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എഡി കറണ്ടിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചില ഇലക്ട്രിക്കൽ ഡിവൈസസ്, അതായത് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ ചോക്ക് കോയിൽ, അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ തുടങ്ങിയ ഇലക്ട്രിക്കൽ ഡിവൈസസിനുള്ളിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എഡി കറൻറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഈ എഡി കറൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എഡി കറൻറ്റ്സ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിലും ചോക്ക് കോയിലിലും അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോറുകളിലും എഡി കറൻറ്റ്സിൻ്റെ ഫലമായിട്ട് അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹീറ്റ് എനർജി അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൽ നിന്നും ചോക്ക് കോയിലിൽ നിന്നും അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോറിൽ നിന്നും ഹീറ്റ് എനർജി ആണോ വേണ്ടത്? അവിടെ ഹീറ്റ് എനർജി നമുക്ക് ആവശ്യമില്ല അല്ലേ? ഹീറ്റ് എനർജിയുടെ ആവശ്യം നമുക്ക് ഈ ഡിവൈസസിലൊന്നും ആവശ്യമില്ല അല്ലേ? എഡി കറൻറ്റ്സ് എപ്പോഴും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ചില ഡിവൈസസിൽ, അതായത് ട്രാൻസ്ഫോമർ, ചോക്ക് കോയിൽ, അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ തുടങ്ങിയുള്ള ഡിവൈസസിൽ എഡി കറണ്ട് എന്ത് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എഡി കറണ്ട്സ് ഹീറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ധാരാളം എനർജി ഹീറ്റ് എനർജി ആയിട്ട് ലിബറേറ്റ് ചെയ്യുകയും, അതായത് അവിടെ ഒരു ബിഗ് എനർജി ലോസ് അവിടെ സംഭവിക്കുകയും ചെയ്യുന്നതായി നമുക്കവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതാണ് എഡി കറണ്ടിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാം. ട്രാൻസ്ഫോമർ, ചോക്ക് കോയിൽ, അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ തുടങ്ങിയ ഡിവൈസസിലൊക്കെ എന്താണ്
ഈ എഡി കറൻസ് ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ് അവിടെ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ഹീറ്റ് എനർജി കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം അവിടെ ഒരു എനർജി ലോസ് ആണ്. എന്തിൻ്റെ ഫോമിൽ? ഹീറ്റ് എനർജിയുടെ ഫോമിൽ ധാരാളം എനർജി ഇങ്ങനെ ലിബറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കൊടുത്ത എനർജി ഫുള്ളായിട്ട് നമുക്ക് തിരിച്ച് കിട്ടത്തില്ല. കുറേ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ലിബറേറ്റ് ചെയ്ത് അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. എന്ത് കാരണമാണ്? എഡി കറണ്ട് കാരണമാണ് അതവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എഡി കറണ്ടിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്കിത് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഡി കറണ്ട്സ് എന്താണെന്ന് കണ്ടു, എന്തൊക്കെയാണ് എഡി കറണ്ടിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നും കണ്ടു. ഇനി നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് എങ്ങനെ എഡി കറൻസിനെ മിനിമൈസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് എഡി കറൻസിനെ കുറയ്ക്കാം എന്നതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയായിരുന്നു? ഒരു മെറ്റാലിക് ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യിപ്പിച്ചു? ഓസിലേറ്റ് ചെയ്യിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അതിനുള്ളിൽ എന്ത് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു? ഒരു എഡി കറണ്ട് അതിനുള്ളിൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഫോം ചെയ്ത എഡി കറണ്ടിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നതാണ് പറയുന്നത്. അപ്പോൾ എഡി കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, ഈ മെറ്റാലിക് ബ്ലോക്കുകളിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? കുറച്ച് സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക. എന്തിൽ? ഈ മെറ്റാലിക് ബ്ലോക്കുകളിൽ. ഈ മെറ്റാലിക് ബ്ലോക്കുകളിൽ നമ്മൾ ഹോൾസ് അല്ലെങ്കിൽ സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള എഡി കറൻസ് എന്ത് ചെയ്യപ്പെട്ടു? മിനിമൈസ് ചെയ്യപ്പെട്ടു. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ മെറ്റാലിക് ബ്ലോക്കിൽ ഉണ്ടാകുന്ന എഡി കറൻസ് കുറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ മെറ്റാലിക് ബ്ലോക്കുകളെ നമ്മൾ എന്താക്കുക? ധാരാളം ചെറിയ ചെറിയ ഷീറ്റുകളാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ പീസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷീറ്റുകളെ നമ്മൾ എടുത്ത് എന്ത് ചെയ്യുക? ലാമിനേറ്റ് ചെയ്യുക. എന്തുപയോഗിച്ച്? ലാക്വർ പോലെയുള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് ലാമിനേറ്റ് ചെയ്യുക. ഈ ലാക്വർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തടികളിലൊക്കെ അടിക്കുന്ന വാർണിഷ് പോലത്തെ ഒരു സംഭവമാണ് ലാക്വർ എന്ന് പറയുന്നത്. നമ്മൾ ഈ മെറ്റാലിക് ബ്ലോക്കിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷീറ്റുകളാക്കി നമ്മൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഓരോ ഷീറ്റുകളെയും നമ്മൾ ലാക്വർ പോലുള്ള ലാമിനേറ്റിംഗ് മെറ്റീരിയൽ വെച്ച് ലാമിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെ ജോയിൻ ചെയ്ത് വെക്കുക. അങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് മിനിമൈസ് ചെയ്യപ്പെടും? എഡി കറൻസ് അവിടെ മിനിമൈസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്, നമ്മൾ ഈ മെറ്റാലിക് ബ്ലോക്കുകളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുക? സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് മിനിമൈസ് ചെയ്യാം? എഡി കറൻസിനെ മിനിമൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വലിയ മെറ്റാലിക് ബ്ലോക്കുകളാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ചെറിയ ചെറിയ ഷീറ്റുകളാക്കി എന്ത് ചെയ്യുക? ചെറിയ ചെറിയ ഷീറ്റുകളാക്കി കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഓരോ ചെറിയ ചെറിയ ഷീറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക? ലാക്വർ പോലുള്ള ലാമിനേറ്റിംഗ് മെറ്റീരിയൽസ് വെച്ച് ലാമിനേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ജോയിൻ ചെയ്ത് വെച്ചാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡി കറൻസ് നമുക്ക് നേരത്തെ തന്നെ അപേക്ഷിച്ച് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എഡി കറൻസിനെ മിനിമൈസ് ചെയ്യിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ് എഡി കറണ്ട് എന്ന് പഠിച്ചു. എഡി കറണ്ടിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എഡി കറണ്ടിനെ എങ്ങനെ മിനിമൈസ് ചെയ്യിക്കാം എന്നതും നമ്മൾ കണ്ടതാണ്. ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് എഡി കറൻസിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയാണ്. കുറച്ച് അഡ്വാൻറ്റേജസ് ആർക്കുണ്ട്? എഡി കറൻസിനുണ്ട്. അപ്പോൾ എഡി കറൻസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻസ്. അതായത് അപ്പോൾ ഈ ട്രെയിൻസ് ഒക്കെ മൂവ് ചെയ്യുന്ന റെയിൽസ് അഥവാ പാളത്തിൽ കൂടിയാണല്ലേ. അപ്പോൾ ഈ പാളത്തിന് മുകളിലായിട്ട് എന്ത് വെക്കും? സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റുകൾ ഈ പാളത്തിന് മുകളിൽ വെക്കും. അപ്പോൾ എപ്പോഴാണോ ഒരു ട്രെയിന് സ്റ്റേഷൻ അടുത്തെത്തുന്നത്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ ട്രെയിനിന് ബ്രേക്ക് ആവശ്യമായിട്ട് വരുന്നത്, ആ ട്രെയിൻ നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോ മാഗ്നറ്റ്സിനെ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യിക്കും. ഈ ഇലക്ട്രോ മാഗ്നറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ട്രെയിനിനുള്ളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും? ഒരു എഡി കറണ്ട്, അല്ലെങ്കിൽ ട്രെയിനിന്റെ വീലിനുള്ളിൽ, അല്ലെങ്കിൽ ട്രെയിനിനുള്ളിലെ വീലിന്റെ ആ ഡിസ്കിൽ എന്ത് ചെയ്യപ്പെടും? എഡി കറൻസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. എഡി കറൻസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ബ്രേക്കിംഗ് എഫക്റ്റ് ഉണ്ടാവുകയും ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മൾ സാധാരണ ഉള്ള ബൈക്കിലും കാറിലും അതുപോലെയുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ അതൊരു മെക്കാനിക്കൽ ലിങ്കേജ് വഴിയാണ്. അതായത് നമ്മൾ എപ്പോഴാണോ നമുക്ക് ബ്രേക്ക് ആവശ്യമുള്ളത്, അപ്പോൾ സഡൻ ബ്രേക്ക് ഒക്കെ ഇടുമ്പോൾ അത് പെട്ടെന്നാണല്ലേ നമ്മൾ മുന്നോട്ടൊക്കെ പോകും. പക്ഷേ ഈ ട്രെയിനുകളിലെ ബ്രേക്കിംഗ് എന്ന് പറയുന്ന അതിനൊരു മെക്കാനിക്കൽ ലിങ്കേജ് ഇല്ല, ഒന്നുമായിട്ട് ലിങ്ക്ഡ് അല്ല. ട്രെയിനിലെ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ അവിടെ മെക്കാനിക്കൽ ലിങ്കേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ബ്രേക്കിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും. വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മളെ കാറും ബസ്സും പോലെ ഒന്നും സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത് പോലെയുള്ള എഫക്റ്റ് ആയിരിക്കത്തില്ല എന്തിനുള്ളത്? ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉള്ളത്. വളരെ സ്മൂത്ത് ആയിട്ട് വന്നായിരിക്കും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നത്.
അപ്പോൾ എഡി കറണ്ടിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ കണ്ടത്, മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻ. എഡി കറൻസിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ ഈ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിൽ ഒരു കോർ കാണും, കോറിന് ചുറ്റുമായിട്ട് ഒരു കോയിലും കാണും അല്ലേ. അപ്പൊ ഈ കോർ എന്ന് പറയുന്നത്, ആ ഗാൽവനോമീറ്ററിലെ കോർ എന്ന് പറയുന്ന വസ്തു അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റാലിക് മെറ്റീരിയൽ ആയിരിക്കും. നോൺ മാഗ്നറ്റിക്, അതായത് മാഗ്നറ്റിക് എഫക്റ്റ് ഇല്ലാത്ത നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മെറ്റാലിക് മെറ്റീരിയൽ കൊണ്ടുള്ളതായിരിക്കും ആ ഗാൽവനോമീറ്ററിനുള്ളിലെ കോർ. അതിന് ചുറ്റുമാണ് എന്തുള്ളത്, ഈ കോയിൽ ചുറ്റി വെച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ എപ്പോഴാണോ ഈ കോയിൽ ഓസിലേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ഈ കോയിൽ ഓസിലേറ്റ് ചെയ്യുക, ഈ കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടോർക്ക് ഉണ്ടാവും അല്ലെ. ടോർക്കിന്റെ ഫലമായിട്ട് ഈ കോയിൽ എന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. ഈ കോയിൽ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോറിനുള്ളിൽ ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ആ ഉണ്ടായ എഡി കറണ്ട് ഈ കോയിലിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഫലമായിട്ട് കോയിൽ എന്ത് ചെയ്യും, തിരിച്ച് പഴയതുപോലെ റെസ്റ്റിംഗ് പൊസിഷനിൽ വന്നിരിക്കും. ആ കോറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട എഡി കറൻസ് ഈ കോയിലിന്റെ മോഷനെ ഒപ്പോസ് ചെയ്യിക്കുന്നു. ഒപ്പോസ് ചെയ്യിക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, കോയിൽ എങ്ങോട്ടാണ് ഓസിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിന്റെ വിപരീതമായിട്ട് തിരിച്ച് ഓസിലേറ്റ് ചെയ്ത് വന്ന് റെസ്റ്റിംഗ് പൊസിഷനിൽ വന്ന് നിൽക്കും. അപ്പൊ അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഫർണസ് മെറ്റൽസിനെ ഉരുക്കി അതിന്റെ അലോയ്സ് ആക്കി മാറ്റാൻ ധാരാളം ടെമ്പറേച്ചർ ആവശ്യമായിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ ആവശ്യമായിട്ടുള്ള ഇൻഡക്ഷൻ ഫർണസിൽ നമുക്ക് എന്തുപയോഗിക്കാം, എഡി കറൻസ് ഉപയോഗിക്കാം. അപ്പോൾ ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എഡി കറൻസ് അവിടെ ഉപയോഗിച്ചുകൊണ്ട് ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അലോയ്സ് നിർമ്മിക്കാനും കഴിയും. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എഡി കറണ്ടിന്റെ. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ മീറ്ററുകളിൽ നമ്മൾ എഡി കറൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മെറ്റാലിക് ഡിസ്ക് ആണ്, അതിന് സമീപത്തായിട്ട് ഒരു കോയിൽ കാണാം. ആ കോയിലിനുള്ളിൽ കൂടി AC കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മെറ്റാലിക് ഡിസ്കിൽ ഒരു എഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ആ മെറ്റാലിക് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുകയും ആ റൊട്ടേറ്റ് ചെയ്തതിനനുസരിച്ചായിരിക്കും ആ പവർ മീറ്റർ, ഇലക്ട്രിക് പവർ മീറ്ററിലെ റീഡിംഗ് കാണിക്കുന്നത്. അങ്ങനെ 4 അഡ്വാൻറ്റേജസ് ആണ് എഡി കറൻസിനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് എഡി കറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.